ഹായ് ഗൈസ്, ഇത് റെക്ടിഫൈ അടിക്കുന്നതിനെ പറ്റിയിട്ടാണ്. നമ്മൾ അക്വലൂമിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്യല്ലേ, പെൻഡിങ് കംപ്ലയിൻറ്റ്സ് എടുത്തിട്ട്, അതാണ് ഓട്ടോമേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ആദ്യം എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ മാനേജ് എക്സ്റ്റൻഷനിൽ പോവുക, ലോഡ് ആൻഡ് അൺപാക്ക്ഡ് ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ നമ്മൾ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്തത്, അതായത് ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ എക്സ്റ്റൻഷൻ സേവ് ചെയ്തൊരു ഫയൽ ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് ഇതാ KWA കംപ്ലയിൻറ്റ് റെക്ടിഫയർ അതെടുക്കുക, സെലക്ട് ഫോൾഡർ കൊടുക്കുക. ഇപ്പോൾ ഉണ്ടോ എക്സ്റ്റൻഷൻ ലോഡഡ്, എക്സ്റ്റൻഷൻ എന്തായി ലോഡായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അക്വലൂമിൽ ലോഗിൻ ചെയ്യുക, എക്സ്റ്റൻഷൻ എടുക്കുക, കംപ്ലയിൻറ്റ് റെക്ടിഫയർ ഇത് കൊടുക്കുക. ഇത് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. ഈ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എയുടെ ഫോൺ നമ്പറിലുള്ള കംപ്ലയിൻറ്റ്സ് മാത്രമേ ഇത് റെക്ടിഫൈ ചെയ്യുള്ളൂ. കാരണം പബ്ലിക്കുള്ള കംപ്ലയിൻറ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ നമ്പർ വെച്ചിട്ടാണ് ഇത് കംപ്ലയിൻറ്റ് സെർച്ച് ചെയ്യുന്നത്. റെക്ടിഫൈ എലിജിബിൾ കംപ്ലയിൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾ ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടോ സൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സെർച്ച് ചെയ്തിട്ട് അവിടെ റെക്ടിഫൈ അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, കണ്ടോ ഓരോ ഫോൺ നമ്പർ, എയുടെ ഫോൺ നമ്പറിലുള്ള ഓരോ കംപ്ലയിൻസും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ എയുടെ നമ്പറിൽ എത്ര എണ്ണമാണോ ഉള്ളത് അത് മൊത്തം റെക്ടിഫൈ അടിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, എന്താ ഈ എയുടെ നമ്പറിൽ ഒരു കംപ്ലയിൻറ്റ് പോലുമില്ല, മൊത്തം നമ്മൾ റെക്ടിഫൈ അടിച്ചു.